വരും, സുബ്കി ഇമാം വരും, ഇബ്നു തൈമിയ്യയും വരും. ഈ കിതാബ് എടുത്തിട്ട് ചോദിക്കും, സലഫി നിങ്ങളല്ലേ എഴുതിയത്? ഇബ്നു തൈമിയ്യ നിങ്ങളല്ലേ എഴുതിയത്? സഹീഹായ ഹദീസിന്റെ വിശദീകരണമാണ് ഈ ഹദീസിലുള്ളതെന്ന്, ഇത് ശരിക്കൊന്ന് മറ്റൊന്നിനെ ശക്തിപ്പെടുത്തുന്നുവെന്ന് ഞങ്ങൾ കിതാബും പിടിച്ചു പറയുമ്പോ സലഫിന്റെ കൂടെ പെട്ടുപോയ മുജാഹിദേ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളുടെ മുഖം സന്തോഷം കൊണ്ട് വെളുക്കുന്ന ദിവസം, സുന്നത്തി ജമാഅത്തിന്റെ വിരോധികളുടെ മുഖം കരുവാളിച്ച് കറുത്തു പോകുന്ന ദിവസം, പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അത് മഹ്ശറയാണ് സലഫി, അത് മഹ്ശറയാണ് സലഫി. നിങ്ങൾ എന്ത് ക്ലിപ്പ് കൊണ്ടുവന്ന് കട്ടുവെച്ചിട്ടും കാര്യമില്ല. പടച്ചവന്റെ കോടതിയിൽ ക്ലിപ്പ് വെക്കാൻ കഴിയൂല, അപ്പുറം മുറിച്ചിട്ട് ഇപ്പുറം മുറിച്ച് കാണിക്കാൻ കഴിയൂല. ഇതുണ്ടോ ഇല്ലേ? അത് പറയണം ഈ സമുദായത്തോട്. കിതാബിലുണ്ടോ ഇല്ലേ? അത് പറ. ഇനി സഹോദരന്മാരെ, ഇനി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത് സഹോദരന്മാര് മനസ്സിലാക്കണം. ഞാൻ ചുരുക്കി ഒന്ന് രണ്ട് ക്ലിപ്പും കൂടി കാണിച്ച് എന്റെ പ്രസംഗം നിർത്തുകയാണ്. കുരുടിമുക്കിൽ നിന്ന് വന്ന ജാഫർ ഗേറ്റിനടുക്കൽ വരണം, എന്തോ ഒരു വിശേഷം പറയാനുണ്ട്, ഗേറ്റിനടുക്കൽ ചെല്ലണം എന്നറിയിക്കും. കുരുടിമുക്കിൽ നിന്ന് വന്ന ജാഫർ. കുരുടിമുക്ക് എന്ന് പറഞ്ഞാൽ പേരാമ്പ്രക്കടുത്തുള്ളൊരു സ്ഥലമാണ്. അവിടെ മുജാഹിദീനും ജമാഅത്ത് ഇസ്ലാമിക്കും 2 പള്ളി ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് സിറാജുൽ കീഴിൽ 3ാമത്തെ ഒരു പള്ളി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പള്ളിയിൽ ജുമയും നിസ്കാരവും മദ്രസയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ ചെറുപ്പക്കാർ ഇവിടെ വാള് കേൾക്കാൻ വന്നവരുണ്ടാവും. മൗലവി പറയും, പേരോട് പ്രസംഗിച്ചാല് മുജാഹിദ് കൂടും. എന്നാ പിന്നെ മുജാഹിദീങ്ങളല്ലേ എന്നെ ക്ഷണിച്ചിട്ട് പ്രസംഗിപ്പിക്കേണ്ടത്? നിങ്ങൾ ആരും എന്നെ വിളിക്കുന്നില്ലല്ലോ. നിങ്ങൾക്ക് കൂടെയല്ല നിങ്ങൾ പറയാൻ വേണ്ടേ? കൂടുകയാണോ? നിങ്ങൾ പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചാ കൂടും. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ എല്ലാ സ്റ്റേറ്റ് സമ്മേളനത്തിലും എന്നെ വിളിക്ക്. ഞാൻ പ്രസംഗിച്ചോളാം. കേരളത്തിൽ വിളിച്ചോ, എവിടെ വിളിച്ചാൽ ഞാൻ പ്രസംഗിച്ചോളാം. നിങ്ങൾ സ്റ്റേറ്റ് സമ്മേളനത്തിൽ. അപ്പൊ സുന്നികളോട് ഇപ്പൊ തന്നെ പറയാ, അപ്പൊ മുജാഹിദിന്റെ സ്റ്റേജിൽ പോയി നിങ്ങൾ പറയരുതേ. മുജാഹിദിനെ എതിർക്കാൻ വേണ്ടി പോവാൻ, അവരനുകൂലിക്കാൻ പോകുന്നതല്ല. നിങ്ങൾക്ക് കൂടണമെങ്കിൽ ഞാൻ പ്രസംഗിക്കണ്ടേ? അതുകൊണ്ട് തന്നെ വിളി. നിങ്ങൾ ഈ കുറച്ചൊക്കെ മനുഷ്യന്മാർക്ക് ബുദ്ധിയുണ്ട് എന്ന് ആലോചിക്കണോ? എന്നിട്ട് എന്തൊക്കെ പറയാവൂ കേട്ടോ. ഇരിക്കട്ടെ സഹോദരന്മാരെ, എനിക്കേട്ടോ ഇബ്നു തൈമിയ്യയുടെ ഒരു ഉദ്ധരണിയായി ഇപ്പൊ ഞാൻ പറഞ്ഞത്. എന്നാൽ ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് തേടിയതും ഖബറിന്ന് സഹായം കിട്ടിയതും ഇബ്നു തൈമിയ്യ തന്നെ അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് ഞാൻ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഉദ്ധരിച്ചിരുന്നു. അതിനെ സംബന്ധിച്ച് മൗലവി വന്നിട്ട് ഒരൊറ്റ അക്ഷരം പറഞ്ഞില്ല. ഞാൻ പറയുന്ന ഒരു തെളിവും മൗലവി തൊടുന്നില്ല. മുജാഹിദീങ്ങളെ കാര്യം സംഘടന അല്ലാഹ് നന്നാക്കട്ടെ. ഒരു മുജാഹിദ് എന്നെ വിളിക്കുക, ഉസ്താദേ അസ്സലാമു അലൈക്കും. ഉസ്താദേ ഏത് വിളിച്ചിട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞാൽ വലൈക്കും അസ്സലാം എന്ന് പറയൂലേ? വലൈക്കും അസ്സലാം. ആരാധി നമുക്ക് തിരിയും അപ്പുറമുള്ളത്? ഞാൻ മൊഹീദ്ദീൻ ശേഖർ പോലത്തെ വലിയ, ഞാൻ പേരോട് അത്ര സക്കാഫിയല്ലേ. അപ്പൊ വിളിച്ച്, ഉസ്താദേ സോദരല്ലേ? അല്ല നിങ്ങള് ഇനിയിപ്പൊ നാദാപുരത്ത് പ്രസംഗിക്കുന്നുണ്ടോ? നാദാപുരത്ത് അല്ലാഹു തആല ആരോഗ്യമായുസ്സും തന്നാൽ അല്ലാഹു തആല അക്കിന്റെ പ്രസംഗിക്കും. അല്ല ഉസ്താദേ, നിങ്ങൾ അയാൾ പറഞ്ഞതിനൊന്നും മറുപടി പറയുന്നില്ലല്ലോ. ഞാൻ കഴിഞ്ഞ പ്രസംഗം നിങ്ങൾ കേട്ടിരുന്നോ? അതിനുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. കട്ടാക്കി. കാരണം കഴിഞ്ഞ പ്രസംഗങ്ങൾ കേട്ടിരുന്നോ? അതിൽ പറഞ്ഞൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ എന്ന് ചോദിക്കുമ്പോ പിന്നെ ഇയാൾ മറുപടി പറയണ്ടേ? അപ്പൊ അയാൾ കേട്ടിട്ടില്ല. അപ്പൊ ഇവര് നമ്മളെ പ്രസംഗം കേൾക്കൂല. എന്നിട്ട് മൗലവി പറയുന്നത് അങ്ങനെ നിങ്ങൾ നമ്മൾ തുറന്ന് നിങ്ങൾ പറഞ്ഞ റെഡി 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 എന്ന് പറഞ്ഞ് നടക്കുകയാണ്. എന്നാ ഒന്ന് കേട്ടു നോക്കണ്ടേ എന്റെ പ്രസംഗം? അത് കേട്ടു നോക്കുന്നില്ല. എന്നെ പറയാം മറുപടി ഇല്ല. ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു തെളിവിന് ഇയാൾ ഇതുവരെ മറുപടി പറഞ്ഞോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിങ്ങളൊന്ന് കേൾക്ക്. എന്നിട്ട് കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത്. എന്നിട്ട് അയാൾ അതിന് മറുപടി പറഞ്ഞോ, നിങ്ങൾ എന്നെ ഒന്ന് പോയിട്ട് പരിശോധിക്ക്, CD പരിശോധിക്കും, ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും. ടെലിഫോൺ നമ്പർ അതോടെ പറഞ്ഞുതരാം, 94 47 15 6 4 9 6. ഒന്ന് വെച്ചു കൊടുത്താൽ മതി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത്
ഇബ്നു തൈമിയ്യ തന്നെയും സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ ചെന്ന് സഹായം ചോദിച്ച സംഭവം ഉള്ളതാണെന്നും സഹായം അതുകൊണ്ട് കിട്ടിയിട്ടുണ്ടെന്നും, അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് സഹായം കൊടുത്തത്, ഖബറിൽ നിന്ന് സഹായം കൊടുത്തതിന്റെ കാരണം വഅക്സറു ഹൗലാഇ السائلين الملحين لما هم فيه من الحال لو لم يجابوا لاضطرب إيمانهم كما أن السائلين له في الحياة كانوا كذلك. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതകാലത്ത് ചോദിച്ചാൽ കൊടുക്കുന്നത് പോലെ വഫാത്തിന് ശേഷവും റസൂലുള്ള സഹായം കൊടുത്തതാണ്. അത് കൊടുക്കാൻ കാരണം ചോദിച്ച ആൾക്ക് കൊടുത്തില്ലെങ്കിൽ എന്റെ നേതാവ് എന്നെ പരിഗണിച്ചില്ലല്ലോ എന്ന നിലക്ക് നബിയോട് അദ്ദേഹത്തിന് ഒരു വിമ്മിഷ്ടമുണ്ടായി, ഒരു വിഷമമുണ്ടായി. അതിനാൽ അയാളെ ഈമാൻ തെറ്റിപ്പോണ്ടാന്ന് മനസ്സിലാക്കിയിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഖബറിന് സഹായം ചെയ്തത്. ഖബറിന് റസൂൽ സഹായിച്ചിട്ടുണ്ട്. അത് ഈമാൻ തെറ്റിപ്പോകാതിരിക്കാനാണ് സഹായം ചോദിച്ചവരെ സഹായിച്ചത് എന്ന് പറഞ്ഞ അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വകദാലിക സുആലു ബഅദിഹിം ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ ലിഗൈരിഹി മിൻ ഉമ്മത്തിഹി ഹാജതഹു ഫതുഖ്ദാലഹു ഫഇന്ന ഹാദാ ഖദ് വഖഅ കസീറൻ. ധാരാളം സംഭവിച്ച കാര്യമാണ് ഖബറിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ സഹായം ചെയ്തത്, റസൂലുള്ളാഹിനോട് സഹായം ചോദിച്ചപ്പോൾ സഹായം കിട്ടിയത് എന്ന് തന്നെ ഇബ്നു തൈമിയ്യ എഴുതിയിട്ടുണ്ട്. ഇബ്നു തൈമിയ്യ തന്നെ ഒരു സ്ഥലത്ത് ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ സത്യം സമ്മതിച്ചു പോയിട്ടുണ്ട്. റസൂലുള്ളാഹിനോട് ഖബറിന് ചോദിച്ചിട്ട് റസൂൽ കൊടുത്തു എന്ന് അയാൾ പറയുന്നുണ്ട്. അത് സംഭവിച്ചതാണ് എന്നും അത് കൊടുക്കാൻ കാരണം ഹയാത്ത് കാലത്ത് ചോദിക്കും പോലെ തന്നെയാണ് എന്നും ഇബ്നു തൈമിയ്യ തന്നെ ഇഖ്തിലാഉ സിറാത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഞാൻ ഇബ്നു തൈമിയ്യന്റെ കിതാബ് ഉദ്ധരിച്ച് കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞിട്ട് അത് കേൾത്ത മാതിരി വെച്ചില്ല മൗലവി. അത് തൊട്ടില്ല, സ്പർശിച്ചില്ല, അതിനെപ്പറ്റി മിണ്ടിയില്ല. മൗലവി കുറെ കളവ് പറഞ്ഞു. മഹാനായ ഇമാം അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞു. അബ്ദുൽ ഖാദിർ ജീലാനി റസൂലുള്ളാഹിനെ വിളിക്കണം പറയണം എന്ന് പറയുന്ന ആളാണ്. സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, മഹാനവറുകളുടെ കിതാബുൽ ഗുന്യത്താണിത്. ഇത് മുഹീദ്ദീൻ ശൈഖിന്റെ കിതാബാണ്. അതിലെന്താ പറയുന്നത് കണ്ടോ? ഖബറിന്റെ റസൂലുള്ളാഹിന്റെ ഖബറിങ്കൽ ചെന്നിട്ട് അതാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയേണ്ട വിഷയം പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറയാണ്, അതാ അല്ലാഹുമ്മ ഇന്നക ഖുൽത ഫീ കിതാബിക ലിനബിയിക വലൗ അന്നഹും യളമൂ അൻഫുസഹും. മറ്റുള്ള ഇമാമിങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ അതേ ആയത്ത് റസൂലുള്ളാഹിന്റെ ഖബറിങ്കൽ വെച്ച് ഓതണം എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് പറയാണ്, വഇന്നി അതൈതു നബിയക തായിബൻ മിൻ ദുനൂബി മുസ്തഗ്ഫിറൻ. അല്ലാഹുവേ, ഞാൻ നിന്റെ നബിന്റെ അടുക്കൽ വന്നത് പാപം പൊറുപ്പിക്കാൻ വേണ്ടി, ഇതാ ദോഷം പൊറുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നവനായ നിലക്കാണ്. ഫസ്അലുക അൻ തൂജിബ ലീൽ മഗ്ഫിറത കമാ ഔജബതഹാ ലിമൻ അതാഹു ഫീ ഹാലി ഹയാതിഹി. ഹയാത്ത് കാലത്ത് തങ്ങളെടുത്ത് വന്ന് സങ്കടം പറഞ്ഞാൽ നീ ദോഷം പൊറുക്കലില്ലേ, അതുപോലെ വഫാത്തിന് ശേഷം വന്ന എനിക്കും നീ പൊറുക്കണേ അല്ലാ. ഫഅഖറ ഇൻദഹു ബിദുനൂബിഹി ഫദആ ലഹു നബിയുഹു ഫഗഫർതഹു ലഹു. അങ്ങനെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ തെറ്റ് സമ്മതിച്ച് പറഞ്ഞാൽ റസൂലുള്ള ദ്വാരന്നിട്ട് അല്ലാഹു തആലയാകുന്ന നീ ദോഷം പുറത്തു കൊടുക്കലില്ലേ, അതുപോലെ ഞാൻ വഫാത്തിന്റെ ശേഷവും ജീവിതകാലത്ത് വരുമ്പോലെ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നതാണ്. അല്ലാഹുമ്മ ഇന്നി അതവജ്ജഹു ഇലൈക ബിനബിയിക അലൈഹി സലാമുക നബിയ്യുർ റഹ്മ. നബിയെ മുൻനിർത്തി നിന്നിലേക്ക് ഞാൻ മുന്നിടുന്നു അല്ലാഹ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി, എന്റെ റബ്ബിലേക്ക് ഞാനിതാ തങ്ങളെ കൊണ്ട് മുന്നിടുന്നു. ലിയഗ്ഫിർ ലീ ദുനൂബി, എന്റെ പാപം അല്ലാഹ് പൊറുക്കാനാ തങ്ങളെ ഞാൻ വിളിക്കുന്നത്. അല്ലാഹ് എനിക്ക് ദോഷം പൊറുക്കാനാ തങ്ങളോട് ഞാൻ പറയുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖ്ഖിഹി, നബിയുടെ ഹഖ് കൊണ്ട് ഞാൻ ചോദിക്കുന്നു അല്ലാഹ്, അൻതഗ്ഫിറ ലീ വതർഹമനി, എനിക്ക് റഹ്മത്ത് ചെയ്യണേ, എനിക്ക് പൊറുക്കണേ. ഇങ്ങനെ റസൂലുള്ളാഹിന്റെ ഖബറിങ്കൽ പോയി റസൂലുള്ളാഹിനെ വിളിക്കണം, പറയണം, ഹഖ് കൊണ്ട് ചോദിക്കണമെന്ന് കിതാബുൽ ഗുന്യത്തിന്റെ 11-12 പേജുകളിൽ എഴുതി വെച്ച ഇമാം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ആ അബ്ദുൽ ഖാദിർ ജീലാനിയെ സംബന്ധിച്ച് ഇവിടെ വന്നിട്ട് കഴിഞ്ഞ പ്രസംഗത്തിൽ മൗലവി കള്ളം പറയുന്നു കേട്ടോ, തെറ്റിദ്ധരിപ്പിക്കുന്നു കേട്ടോ. എന്താ മൗലവി പാടുകയാണ്,
وقل إذا ضاقت الأحوال مبتهلا برفع صوت ألا يا غارة الله. മഹാനവറുകൾ പറയുന്നത് നോക്കൂ, എന്ത് പ്രതിസന്ധി നിനക്കുണ്ടാകട്ടെ, ഏത് അഹ്വാലുകൾ നിന്നെ ബുദ്ധിമുട്ടിക്കട്ടെ, ഏത് സാഹചര്യത്തിൽ നീ അകപ്പെട്ടാലും അള്ളാന്റെ സഹായമല്ലാതെ, അള്ളാനോടല്ലാതെ തേടിക്കൂടാ, വിളിച്ചുകൂടാ. ആ അർത്ഥത്തിൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു. സഹോദരന്മാരെ, അയാളാ പാടിയ പാട്ടിന് അങ്ങനെ ഒരർത്ഥം ഇല്ല. അള്ളാനോടല്ലാതെ സഹായം തേടപ്പെടരുത് എന്ന് ആ വാക്കിന് അർത്ഥം ഇല്ലേ ഇല്ല. ഉണ്ടെന്ന് വാദമുള്ള വല്ല മൗലവിമാരുമുണ്ടെങ്കിൽ ആ ബൈത്തും എടുത്തിട്ട് വന്നിട്ട് ഞങ്ങളെ മുന്നിൽ നിന്ന് പാടിയിട്ട് അർത്ഥം വെക്കട്ടെ. അല്ല, അതിന് ധൈര്യമില്ലേ എന്നാ ആ പറഞ്ഞ പാട്ട് സ്ക്രീനിൽ വെച്ചിട്ട് ഓരോ കെലിമത്തായിട്ട്